നമസ്കാരം. ക്ഷമ ഒരു ആയുധമാണ്. എന്നാൽ അത് ഒരു ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത്. ഏതു കാര്യത്തിലും ക്ഷമിക്കുവാനും പൊറുക്കുവാനും അസാമാന്യമായ കഴിവുണ്ടായിരിക്കണം. അതാണിപ്പോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും താക്കീത് രൂപത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ശക്തമായ താക്കീതുമായി അഫ്ഗാനിസ്ഥാൻ എത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയാണ് പാകിസ്ഥാന്റെ മസ്തകത്തിനിട്ട് ഒന്നാം തരം അടി നൽകിയ ശേഷം താക്കീത് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ഒരു അബദ്ധധാരണയുണ്ടാകും. അഫ്ഗാനിസ്ഥാന് ദീർഘദൂര മിസൈലുകളോ ഭാരമേറിയ ആയുധങ്ങളോ ഇല്ല. പിന്നെ ഇവർ എന്തു കാണിച്ച് തങ്ങളെ ഭയപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്ന പാകിസ്ഥാനോട് ഒന്നേ പറയാനുള്ളൂ: പാകി മക്കളെ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിരിക്കുന്നു. നിങ്ങൾ കരുതുന്നത് പോലെ അല്ല ഞങ്ങളുടെ പക്കൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ആക്രമണത്തിന് എതിരായ പോരാട്ടത്തിൽ ശക്തമായ ദൃഢനിശ്ചയമുണ്ട്. ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആദ്യം വേണ്ടത് ദൃഢനിശ്ചയമാണ്. അത് തങ്ങൾക്ക് ആവോളം ഉണ്ട്. അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് വന്ന് മാന്ത നിൽക്കണ്ട. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുമ്പോഴും താൽക്കാലികമായ വെടിനിർത്തലിന് തയ്യാറായത് അഫ്ഗാനിസ്ഥാന്റെ മാന്യത ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനെ വിവരമില്ലാത്ത പാക്കികൾ തങ്ങളുടെ ബലഹീനതയായി കാണാൻ നിൽക്കണ്ട എന്നാണ് അഫ്ഗാനിസ്ഥാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചയിൽ ധാരണയിലെത്താൻ ഇരുപക്ഷവും തയ്യാറായില്ല എങ്കിലും ഒടുവിൽ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാവുകയായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ക്ഷമ വീണ്ടും പരീക്ഷിച്ചാൽ രാജ്യം ചുട്ട മറുപടി നൽകുമെന്നും ഹഖാനി മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കുന്നതിന് തങ്ങളുടെ മുൻഗണനയാണ്. എങ്കിലും ചർച്ചയുടെ പാത ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ആരെങ്കിലും ആക്രമണം നടത്തിയാൽ വെറുതെ ഇരിക്കില്ല. ഞങ്ങൾ ലോകത്തിലെ സാമ്രാജ്യങ്ങളോട് പോരാടിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചില രാജ്യങ്ങൾ മറ്റുള്ളവരുടെ പരമാധികാരം ലംഘിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനികൾ യുദ്ധക്കളത്തിൽ സ്വയം തെളിയിച്ചവരാണ്. ഞങ്ങളുടെ ക്ഷമ വീണ്ടും പരീക്ഷിച്ചാൽ പ്രതികരണം കടുത്തതായിരിക്കും. തുർക്കികളുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലുള്ള ഇസ്താംബൂളിലെ ദിവസങ്ങൾക്ക് നീണ്ട ചർച്ചകൾക്കു ശേഷമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വെടിനിർത്തൽ പാലിക്കുവാൻ സമ്മതിച്ചതായി തുർക്കി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹഖാനിയുടെ പരാമർശങ്ങൾ ഉണ്ടായത്. നവംബർ 6-ന് ഇരുപക്ഷവും ഇസ്താംബൂളിൽ വീണ്ടും യോഗം ചേരും. ഖത്തറിന്റെയും തുർക്കിയുടെയും അഭ്യർത്ഥന പ്രകാരം ചർച്ചകൾ തുടരാൻ സമ്മതിച്ചതായും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു. തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ അഫ്ഗാനിസ്ഥാൻ വ്യക്തവും ഫലപ്രദവുമായ നടപടി സ്വീകരിക്കണം എന്നതാണ് പ്രധാന ആവശ്യമെന്നാണ് പാകിസ്ഥാൻ ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന് വ്യോമാക്രമണം നടത്തി എന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത്. 58 പാകിസ്ഥാൻ സൈനികരെ വധിച്ച് തങ്ങൾ തിരിച്ചടിച്ചതായും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടു. എന്നാൽ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിടുന്നതിനിടെ തങ്ങളുടെ 23 സൈനികർ മരിച്ചു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച